ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അടിപൊളി ടേസ്റ്റിൽ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നല്ല ഫ്രഷ് ആയിട്ടുള്ള പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടായിട്ടുള്ള പാവയ്ക്കയാണ്. എൻ്റെ നെയ്ബറാണ് എനിക്ക് ഈ പാവയ്ക്ക തന്നിട്ടുള്ളത്. ഞാനിത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ പാവയ്ക്ക അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു അരപ്പ് ആവശ്യമുണ്ട്. അതിനായിട്ട് 5-6 ടേബിൾ സ്പൂണ് തേങ്ങയും 1 ടീസ്പൂണ് കടുകും 2 പച്ചമുളകും 2-3 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കണം. മിക്സിയിൽ അടിക്കേണ്ട, ഫോർക്ക് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല പാകത്തെ പുളിയുള്ള നല്ല ഫ്രഷ് തൈര് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി തീരെ ഇല്ലാത്ത തൈരും പാടില്ല, നല്ല പുളിയുള്ള തൈരും പാടില്ല. നമ്മൾ കടയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വാങ്ങുന്ന തൈര് എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പാവക്ക കിച്ചടിക്ക്. ഞാനിപ്പോൾ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുളിയും കയ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഷുഗർ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കയ്പങ്ങയിൽ നിന്നും വെള്ളം കുറച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിൻ്റെ ശേഷം കോക്കനട്ട് ഓയിൽ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് നല്ല നാടൻ കയ്പങ്ങയാണ്. ഈ കയ്പങ്ങ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം ഉണ്ടാവും. ഇതെൻ്റെ നൈബർ എനിക്ക് തന്നിട്ടുള്ള കയ്പങ്ങയാണ്. നമ്മുടെ നാട്ടിൽ പാവയ്ക്ക എന്നല്ല പറയുക, കയ്പങ്ങ എന്നാണ് പറയുക. അപ്പോൾ ഈ പാവയ്ക്ക നല്ല പാകത്തിന് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു പകുതി ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നടു കീറി കൊടുത്തിട്ടുള്ള 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാവക്ക നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പായിട്ട് തന്നെ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് 2 സെറ്റായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. കുറഞ്ഞ ഓയിലിൽ 2 സെറ്റായിട്ട് വറുത്തെടുത്താൽ മതി. ബാക്കിയുള്ള ഓയിൽ നമുക്ക് കടുക് വറുക്കാൻ എടുക്കാം. ഇപ്പം നിങ്ങളിത് നോക്കൂ, നല്ല ക്രിസ്പായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. ഈ പാവക്ക കിച്ചടി ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യുന്നത് ലാസ്റ്റ് ചെയ്താൽ മതി. കാരണം നമ്മളിത് ചോറ് വിളമ്പാൻ നേരം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള തൈരിലേക്ക് ഈ പാവക്ക ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഞാനിവിടെ കടുക് കോക്കനട്ട് ഓയിലിൽ വറുത്തെടുക്കുന്നുണ്ട്. ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തൈരിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചോറ് കഴിക്കാൻ പോണതിൻ്റെ മുമ്പായിട്ട് ഈ വറുത്തെടുത്ത പാവയ്ക്ക ഈ തൈര് മിക്സിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിത് കടുകൊക്കെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത പാവക്ക ഇട്ട് കൊടുക്കാം. ചോറെടുക്കാൻ നേരമാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാവയ്ക്ക നല്ല ക്രിസ്പായിട്ട് നിൽക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ കിച്ചടി കഴിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമല്ലോ. നിങ്ങളെങ്ങനെയാണ് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാറ്? എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. പാവയ്ക്ക ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടി മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും താങ്ക് യു.